ചന്ദ്രനെ പൂർണ്ണമായിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ് പൂർണ്ണ ചന്ദ്രനെ നോക്കിയിരിക്കുക. ചന്ദ്രന്റെ എനർജി സ്വാംശീകരിക്കുക. ചന്ദ്രന്റെ എനർജി എത്രത്തോളം സ്വാംശീകരിക്കുന്നോ ഒരു നൈറ്റ് ഫുൾ ഉറങ്ങാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ബുദ്ധന്റെ പ്രതിമയുടെ ഫ്രണ്ടിൽ കോക്കക്കോളയും പെപ്സിയൊക്കെ വെച്ചേക്കും. ബുദ്ധനെ മെയിൻലി വയ്ക്കുന്ന നിവേദ്യങ്ങളിലൊന്ന് കോക്കക്കോള, പെപ്സി, തംസപ്പ് വെച്ചിട്ട് പോകുക. ആദ്യമൊക്കെ ചിരി തോന്നും, പക്ഷെ പവർഫുള്ളാണ്. അവരുടെ വിശ്വാസമാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട യേശുദാസ്, അദ്ദേഹം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ ഫ്ലൈറ്റ് മിസ്സായി, ആ ഫ്ലൈറ്റ് ആക്സിഡന്റ് ആയി അല്ലേ. ആ ഫ്ലൈറ്റ് മിസ്സാവാൻ കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന സമയത്ത് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ് സൂര്യൻ ഉദിക്കുന്ന നാട്ടിൽ ജീവിക്കുന്നത്. മഹാദേവനും നമ്മൾ പൂർണ്ണമായിട്ടും ഭജിക്കുക. എന്നതിന് ശേഷം നമ്മൾ അതുപോലെ ഗ്ലാസ്സിലേക്ക് നോക്കുക. അപ്പൊ നമ്മൾ എന്ത് എനർജി സ്വാംശീകരിച്ചോ അത് നമ്മളെന്ന് പറയുന്ന മീഡിയം വഴി നമ്മളിലേക്ക് എത്തുകയും നമ്മൾ തുളസിക്ക് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം തുളസി ദേവി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ പറയുന്ന. പ്രതിവേട്ട നമസ്കാരം. നമസ്തേ. നല്ല ജോലി കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബേസിക്കലി നന്നായിട്ട് പഠിക്കുക, ജോലി ചെയ്യുന്നതാണ്. ജ്യോതിഷന്മാരെ കാണാൻ പോകുന്ന സമയങ്ങളിൽ ഒരുപാട് സൊല്യൂഷൻസ് കിട്ടും. അപ്പോൾ ഒരാളുടെ ജാതകം വിശകലനം ചെയ്തിട്ട് ഏത് ദശയാണ്, ഏത് ഭുക്തിയാണ് എന്നൊക്കെ നോക്കിയിട്ടാണ് ജോലി കിട്ടുമെന്ന് നല്ല വിദഗ്ധമായ ജ്യോതിഷന്മാർ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ചിത്ര, ഈ താന്ത്രികപരമായിട്ടും നമ്മളൊരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ടൂളുണ്ട്. അതായത് പൗർണമി ദിവസം ഏറ്റവും പവർഫുൾ ആണ് അല്ലെ. ഒരു മാസത്തിൽ പൗർണമിയുണ്ട്, അമാവാസിയുണ്ട്. പൗർണമി നമ്മൾ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള സമയമാണ്. ദേവി ഏറ്റവും കൂടുതൽ ശക്തമായിട്ടിരിക്കുന്ന സമയമാണ്. ചന്ദ്രന്റെ എനർജി ഏറ്റവും കൂടുതൽ ഭൂമിയിലുള്ള സമയമാണ് അല്ലെ. അപ്പോൾ പൗർണമി ദിവസം 21 പൗർണമി തുടർച്ചയായിട്ട് പൗർണമി രാത്രികളിൽ നമ്മൾ ഒരു ഗ്ലാസ് പാലെടുക്കുക. ഒരു ഗ്ലാസ് പാല് ചിലപ്പോൾ എല്ലാവർക്കും എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ പാല് വീത്തിയാലും മതി. ആക്ച്വലി പാലായിട്ടാണല്ലോ. എന്നിട്ട് സങ്കല്പിക്കുക, ചന്ദ്രനെ പൂർണ്ണമായിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ് പൂർണ്ണ ചന്ദ്രനെ നോക്കിയിരിക്കുക. ചന്ദ്രന്റെ എനർജി സ്വാംശീകരിക്കുക. ചന്ദ്രന്റെ എനർജി എത്രത്തോളം സ്വാംശീകരിക്കുന്നോ അത്രത്തോളം നല്ലതാണ്. ഇപ്പൊ ഈവൻ ഒരു നൈറ്റ് ഫുൾ ഉറങ്ങാതിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷെ മിനിമം 20 മിനിറ്റ് എങ്കിലും ചന്ദ്രനെ നോക്കി, ആണുങ്ങളാണെങ്കിൽ ഷർട്ട് ഉപയോഗിക്കാതിരിക്കുക. ആ എനർജി സ്വാംശീകരിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആണ്. ടെറസിന്റെ മേളിലോ നമുക്ക് എവിടെയാണോ കൺവീനിയന്റ് അവിടെ. അപ്പോൾ ചന്ദ്രനെ നോക്കിയിരുന്നിട്ട് ഈ ഗ്ലാസ് നമ്മുടെ ഫ്രണ്ടിൽ വെക്കുക. നമ്മുടെ ഫ്രണ്ടിൽ അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഹൈറ്റ് നോക്കുക. ചന്ദ്രനെ നോക്കി ഒരു കുറച്ച് സമയം ഇരുന്നതിന് ശേഷം ആ എനർജി സ്വാംശീകരിച്ചിട്ട് അതുപോലെ നേരെ ഗ്ലാസ്സിൽ നോക്കുക. ഗ്ലാസ്സിൽ പാലാണ്. നമ്മൾ അവിടെ ഒരു സങ്കല്പം വെക്കുന്നതാണ് അല്ലെ. ആ ഒരു എന്താ പറയാ, ഒരു മെറ്റീരിയലാണ്. അപ്പോൾ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു എനർജി ഡ്രിങ്ക് ആയിട്ട് നമ്മളിപ്പോൾ ഔട്ട് ഓഫ് ഇന്ത്യയൊക്കെ പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മിക്ക ഷോപ്പുകളുടെ ഫ്രണ്ടിലും ബുദ്ധന്റെ പ്രതിമയുടെ ഫ്രണ്ടിൽ കോക്കക്കോളയും പെപ്സിയൊക്കെ വെച്ചേക്കും. അപ്പൊ നമ്മൾ ആദ്യം വിചാരിക്കുന്നത് എന്താ സംഭവം, ഗ്ലാസ്സിൽ വെക്കും, ചിലപ്പോൾ ബോട്ടിൽ മേടിച്ച് വെക്കും. ആൾക്കാർ പോകുന്ന വഴിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മേടിച്ചൊരു ബോട്ടിൽ വെച്ചിട്ട് പോകും. ബുദ്ധനെ മെയിൻലി വെക്കുന്ന നിവേദ്യങ്ങളിലൊന്ന് കോക്കക്കോള, പെപ്സി, തംസപ്പ് വെച്ചിട്ട് പോകും. ആദ്യമൊക്കെ ചിരി തോന്നും, പക്ഷെ പവർഫുള്ളാണ്. അവരുടെ വിശ്വാസമാണ്. അവരുടെ ആ വിശ്വാസ പ്രമാണം കൊണ്ട് അവരുടെ ലൈഫ് സ്പാനും കൂടുതലാണ്, ആയുർദൈർഘ്യം കൂടുതലാണ്. അവര് അവിടെ ബഹുമാന സൂചനമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ചന്ദ്രന് നമ്മൾ ഇതുപോലെ പാല് നിവേദ്യം പോലെ, പാല് പൂർണ്ണമായിട്ടില്ലെങ്കിലും വെള്ളമാണെങ്കിലും മതി, ഒരു സ്പൂൺ പാൽ ഒഴിക്കുക. പക്ഷെ വൈറ്റ് എനർജി അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് സയന്റിഫിക്കലി യൂണിവേഴ്സിൽ നിന്ന് വരുന്ന എനർജി ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ചിലർക്ക് പർപ്പിൾ ആയിരിക്കും, ബ്ലൂ ആയിരിക്കും, വൈറ്റ് ആയിരിക്കും, ഗോൾഡൻ ആയിരിക്കും അല്ലെ. അപ്പോൾ വൈറ്റ് എനർജി ഇതിലേക്ക് വരണം എന്നുള്ളതാണ്. പൂർണ്ണ ചന്ദ്രൻ ഇങ്ങനെ വൈറ്റ് ആയിട്ട് നിൽക്കുന്ന നമ്മൾ പൂർണ്ണമായിട്ടും കാണുന്നു, ആ എനർജി സ്വാംശീകരിക്കുന്നതായിട്ട് കാണുന്നു. അതിനുശേഷം കുറേ സമയം നോക്കി നമ്മൾ സങ്കല്പം ചെയ്യുക. നമ്മുടെ മനസ്സിന്റെ കാരകനാണ് ചന്ദ്രൻ. മനസ്സിന്റെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തുന്നതാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിന്റെ കാരകൻ ചന്ദ്രൻ ആയതുകൊണ്ട് മനസ്സ് നമ്മൾ സ്ട്രോങ് ആക്കുകയാണ്. എനിക്ക് ജോലി കിട്ടും എന്ന ദൃഢവിശ്വാസത്തോടുകൂടി നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുക. എന്നിട്ട് ഏറ്റവും കൂടുതൽ ഉപാസിക്കേണ്ട ആരെയാ? മനസ്സിന് ബലവനെ എല്ലാവരും പറയുന്നത് ഭദ്രാളി അല്ലെ, ദേവിയാണ്. അതുപോലെ മഹാദേവനാണ് ഏറ്റവും കൂടുതൽ ഉപാസിക്കേണ്ടത്. മഹാദേവനാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ചന്ദ്രനെ ഉപാസിക്കുന്ന സമയത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട മൂർത്തി ആരാണോ, ദേവിയോ മഹാദേവനോ, നമ്മൾ പൂർണ്ണമായിട്ടും ഭജിക്കുക. എന്നതിന് ശേഷം നമ്മൾ അതുപോലെ ഗ്ലാസ്സിലേക്ക് നോക്കുക. അപ്പൊ നമ്മൾ എന്ത് എനർജി സ്വാംശീകരിച്ചോ അത് നമ്മളെന്ന് പറയുന്ന മീഡിയം വഴി നമ്മളിലേക്ക് എത്തുകയും നമ്മൾ ഈ പറയുന്ന ഗ്ലാസ്സിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പാലിൽ നോക്കിയിട്ട് നമ്മളെ രൂപത്തിനെ കാണാൻ ശ്രമിക്കുക. പാല് നമ്മുടെ ഫ്രണ്ടിലായിരിക്കുന്നത്, നമ്മുടെ ഫേസ് കാണാൻ ശ്രമിക്കുക. ചിലപ്പോൾ കാണാൻ പറ്റും, ചിലപ്പോൾ കാണാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാ? ആ ഒരു ലൈറ്റ് ഷെയ്ഡ്സ് ചിലപ്പോൾ ഷാഡോ പ്രോപ്പറായിട്ട് വരണമെന്നില്ല. പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ട് അത് കാണാൻ ശ്രമിച്ചതിന് ശേഷം ഈ പാലിനെ അടച്ചു വെക്കുക. നെക്സ്റ്റ് ഡേ രാവിലെ
അടുത്ത ദിവസം രാവിലെ നമ്മുടെ എനർജി ആരാണ്? സൂര്യൻ അല്ലെ. അപ്പൊ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് നമ്മൾ റെഡിയായി നിൽക്കുക. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപായിട്ട് ഈ വെള്ളം, ഈ പറയുന്ന പാല് നമ്മൾ നേരെ എവിടെ സമർപ്പിക്കുക? തുളസിക്ക് സമർപ്പിക്കുക. ഇപ്പൊ എല്ലാവരും വീട്ടിലും തുളസി ഉണ്ടാവണമെന്നില്ല. സോ ഏതെങ്കിലും ചെടിക്ക് കൊടുക്കുക. തുളസിക്ക് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം തുളസി ദേവി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ പറയുന്ന രാവിലെ സമയങ്ങളിൽ പാലൊഴിക്കുമ്പോൾ നമ്മുടെ വെൽത്ത് മാനേജ്മെന്റ് കൂടുന്ന ഒരു സയന്റിഫിക് സംഭവം അപ്പുറത്തുണ്ട്. അത് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷെ തുളസിക്ക് സമർപ്പിക്കുകയാണെങ്കിൽ നല്ലതാ. തുളസി ഇല്ലെങ്കിൽ ഏതെങ്കിലും ചെടികൾക്ക് കളയുക. എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി ആ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് രാത്രി നമ്മൾ എന്താണോ ചെയ്തത് രാവിലെ സൂര്യോദയ സമയത്ത് സൂര്യനെ കാണുക. സൂര്യനെ കണ്ടിട്ട് ആ സങ്കല്പം അവിടെ ഇടുക. കാരണം സൂര്യനെ കാണുന്ന സമയത്ത് മഹാദേവന്റെ ഒരു പവർഫുൾ പ്രസൻസ് നമുക്ക് കിട്ടും. രാത്രിത്തെ എനർജി ഓൾറെഡി നമ്മുടെ ബോഡിയിലുണ്ട്. രാവിലെ സൂര്യനെ കണ്ടതിന് ശേഷം സൂര്യമന്ത്രം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. മിനിമം 7 പ്രാവശ്യം ജപിക്കുക. ഏറ്റവും മിനിമം. ചെറിയ മന്ത്രമാണ്, വലുതായിട്ടൊന്നുമില്ല. 7 പ്രാവശ്യം ജപിക്കുക. അപ്പോൾ 21 ആഴ്ച ഇത് ചെയ്യുന്നതിനോടൊപ്പം, പൗർണമി ദിവസം ഇത് ചെയ്യുന്നതിനോടൊപ്പം നെക്സ്റ്റ് ഡേ സൂര്യനെ ഇതുപോലെ ആ 21 പ്രാവശ്യം തുടർച്ചയായിട്ട് ചെയ്യുക. ഉറപ്പായിട്ട് നമ്മൾക്ക് ജോലി നല്ല നമ്മുടെ ലൈഫ് ഒരു ചെറിഷിങ് ലെവലിലേക്ക് വരും. നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു എക്സ്ട്രാ എനർജി യൂണിവേഴ്സിനുണ്ടാവും. നമ്മൾക്ക് റിജക്ഷൻ വരുമെന്ന ഭാഗത്ത് പോലും ഇടയ്ക്ക് IBM-ന്റെ ഒരു റിക്രൂട്ട്മെന്റിനകത്ത് ആക്സഞ്ചറിലുള്ള എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്. ആക്സഞ്ചറിൽ നല്ല പാക്കേജുള്ള അത്യാവശ്യം നല്ലൊരു സീനിയർ മാനേജറിൽ നിൽക്കുന്ന ഒരു പോസ്റ്റിലിരിക്കുന്ന വ്യക്തിയാണ്. IBM-ലേക്ക് പുള്ളി പോകുന്ന സമയത്ത് ഏകദേശം പ്രദീപ് ജി ഒരു മോർ ദാൻ 300 ആൾക്കാർ ഇന്റർവ്യൂസിനുണ്ട് ഒരു 1 വീക്ക് എന്ന് പറഞ്ഞു. സ്വാഭാവികം, IBM is the ലാർജസ്റ്റ് കമ്പനി അല്ലേ. പക്ഷെ പുള്ളി ഇത് ചെയ്തിട്ടാ പോയത്. അതിൽ നിന്ന് സെലക്ഷൻ കിട്ടി ലാസ്റ്റ് 10 പേരിൽ ഒരാളായി. പുള്ളിക്കാരൻ ജോലി കിട്ടി. ബാംഗ്ലൂർ ജോയിൻ ചെയ്തു. ബാംഗ്ലൂർ ജോയിൻ ചെയ്ത് ഒരു 6 മാസത്തിനകത്ത് തന്നെ പുള്ളി US-ലേക്ക് പോയി. അപ്പോൾ ആ ഒരു നമുക്ക് സെലക്ഷൻ കിട്ടും, റിജക്ഷൻസ് കുറയും. അപ്പൊ യൂണിവേഴ്സ് നമുക്ക് അനുകൂലമാവും. എപ്പോഴും വേണ്ടത് നമുക്ക് പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് ആദ്യം ഒരു തോട്ടം എന്തായിരിക്കും? സാധാരണപ്പെട്ട ആൾക്കാരുടെ ആദ്യത്തെ തോട്ടം എന്തായിരിക്കും? എനിക്ക് കിട്ടുമോ? അപ്പൊ ആദ്യമേ എന്നെ തന്നെ ഞാൻ സംശയിച്ചു തുടങ്ങി. അപ്പം നമ്മൾ ഡിസർവ്ഡ് അല്ല കിട്ടാൻ വേണ്ടി. എനിക്ക് കിട്ടും എന്ന് വിശ്വസിച്ച് പോവാം. കിട്ടാത്തതും നമ്മുടെ പ്രകൃതി നിയമം. അത് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ സംഭവത്തിലേക്ക് പോവാം. പക്ഷെ കിട്ടുമെന്ന് വിശ്വസിച്ച് പോയാൽ 99% നമുക്ക് കിട്ടും. ആദ്യമേ നമ്മളെ സംശയിച്ചു പോയി കഴിഞ്ഞാൽ റിജക്ഷൻസ് അവിടെ പ്രകൃതി വന്നു തുടങ്ങി. യൂണിവേഴ്സ് എനർജി, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി, പ്രകമ്പനങ്ങൾ ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി എപ്പോഴും പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് റിജക്ഷൻസ് വരില്ല. റിജക്ഷൻസ് വരികയാണെങ്കിൽ മനസ്സിലാക്കിക്കോളൂ. ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട യേശുദാസ് എത്രയോ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ ഫ്ലൈറ്റ് മിസ്സായി, ആ ഫ്ലൈറ്റ് ആക്സിഡന്റ് ആയി അല്ലേ. ആ ഫ്ലൈറ്റ് മിസ്സാവാൻ കാരണം അദ്ദേഹം ഒരു സ്ഥിരമായിട്ട് പോകുന്ന പള്ളിയിൽ അദ്ദേഹം പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം പള്ളിയിൽ പോയപ്പോൾ ലേറ്റ് ആയി. പള്ളിയിൽ പോകണ്ടെന്ന് ആരോ പറയുക, അങ്ങനെ എന്തൊക്കെ ചെയ്തു. പക്ഷെ ആ ഒരു ചൈതന്യം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് മിസ്സാവുകയും അദ്ദേഹത്തിന് ആക്സിഡന്റ് ഒഴിവാകുകയും ചെയ്തു. അപ്പൊ അതുപോലെ നമ്മളെ റിജക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ സേവ് ആയെന്നുള്ളതാണ്. നമുക്കത് ഡിസർവ്ഡ് അല്ല, നമുക്ക് ഇതിനേക്കാളും വലിയൊരു ഭാഗ്യം വേറെ കിട്ടും. അപ്പോൾ ആദ്യമേ പോസിറ്റീവായിട്ട് ചിന്തിച്ചു പോവുക. ഒരു കാരണവശാൽ കഴിഞ്ഞാലും റിജക്ഷൻ വരുമെന്ന് തോന്നരുത്. ഈ നമ്മൾ പബ്ലിക്കായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്ന എന്ത് സംഭവങ്ങൾക്കും റിജക്ഷൻസ് കുറയും. ഇങ്ങനത്തെ ഒരു ക്രിയ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് 21 ഡേയ്സ് ചെയ്തു. പക്ഷെ 21 ഡേയ്സ് ചെയ്യുന്നതിനൊന്നും വേറൊരു സംഭവം ഉണ്ട് ചിത്ര. നമ്മൾ 21 ഡേയ്സ് ചെയ്യാൻ എടുക്കുന്ന സമയം നമ്മൾ എന്താണ് ആദ്യം ചിന്തിക്കുന്നത്? ഒരു സ്പിരിച്വലി അടുത്ത ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ എന്ത് ചിന്തിക്കും? എനിക്ക് കിട്ടി, ഡൺ, ഞാൻ ഓക്കെ ആയി. അപ്പോഴേ വിഷ്വലി കണ്ടു തുടങ്ങും. അതായത് ഞാനിത് ചെയ്ത് കഴിഞ്ഞു, എനിക്ക് ജോലി കിട്ടി, ഞാൻ വേറെ ലെവലിലേക്ക് എത്തുന്നു. അത് അപ്പോഴേ വിഷ്വലി കാണും. ആ വിഷ്വൽ ഇമേജസ് റിഫ്ലക്ട് ചെയ്യുന്ന എവിടെയാണ്? യൂണിവേഴ്സിലാണ്. യൂണിവേഴ്സ് നമുക്ക് എപ്പോഴാണ് റിഫ്ലക്ട് ചെയ്യിപ്പിക്കുന്നത്? നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആൽഫയിൽ ബീറ്റയിലേക്കും ബീറ്റയിൽ ഗാമയിലേക്കും പോകുന്ന സമയങ്ങളിൽ നമ്മൾക്കത് കാണാൻ പറ്റും. പക്ഷേ മെജോറിറ്റി ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഇത് ചെയ്യാനിരിക്കുമ്പോൾ ഫ്രസ്ട്രേഷൻ ആയിട്ടാണ് പോകുന്നത്. എനിക്ക് ജോലി കിട്ടിയില്ലല്ലോ, കിട്ടുമോ, നീ ഇതും കൂടെ ട്രൈ ചെയ്യാം, പുള്ളി പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചു പോകും. സ്വാഭാവികമായിട്ടും അവിടെ കിട്ടാൻ ചാൻസസ് ആർ വെരി ലെസ്. അപ്പോൾ ആദ്യം പ്രിലിമിനറി നമ്മൾ തുടങ്ങുന്ന സമയം മുതൽ തന്നെ നമ്മുടെ തോട്ട്സ് ക്ലിയർ ചെയ്യണം. അത് നമ്മൾ എൻഷുർ ചെയ്യണം. തോട്ട്സ് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനത്തെ ഒരു മെക്കാനിസത്തിലേക്ക് നിങ്ങൾ ഇറങ്ങാവൂ. ഇറങ്ങിയാൽ 100% നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് 1% മാറ്റമില്ല. കിട്ടുന്ന കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്ന സമയത്ത് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ് സൂര്യൻ ഉദിക്കുന്ന നാട്ടിൽ ജീവിക്കുന്നത്. സൂര്യനില്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്. ഐസ്ലാൻഡ് അല്ലെ, അവിടെയൊക്കെ എത്രയോ ദിവസം സൂര്യനില്ല. അപ്പോൾ സൂര്യനും ചന്ദ്രനുള്ള സ്ഥലത്ത് നമ്മളുള്ളത്. ഈ 2 എനർജിയെ നമ്മൾ സ്വാംശീകരിച്ചിട്ടാണ് പോകുന്നത്.
ഉറപ്പായിട്ടും കിട്ടും.